ഇങ്ങനെ ഈ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് സീരിയൽ അതിന്റെ നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു, മികച്ച സീരിയലിന് അവാർഡ് ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പലപ്പോഴൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ആളുകൾക്ക് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു ഓഡിയൻസിന് സീരിയലിൽ ഭയങ്കരമായിട്ട് ആളുകൾ ക്രൈവ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബാക്കി എല്ലാ എൻഗേജ്മെന്റ്സ് ഒന്നും മാറിയിട്ട് സീരിയൽ കാണാൻ തന്നെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതെപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ചിന്തയിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബോധരക്ഷനായിട്ടോ വരാറുണ്ടോ? അത് ഓരോ സമയത്തും ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ ജോണേഴ്സ് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ സീരിയലിനെ പോലെയല്ല ഇപ്പോഴത്തെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ടും പിന്നെ സ്റ്റോറി ലൈൻസ് ആയാലും ഇപ്പം എല്ലാം കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പണ്ടൊക്കെ ഒരു സാധാരണ വീട്ടിൽ എന്തൊക്കെ നടക്കുന്ന പോലത്തെ കാര്യങ്ങളായിരുന്നു പണ്ടുള്ള സീരിയലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സീരിയലൊക്കെ നോക്കുമ്പം കുറച്ചും കൂടെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള, അപ്പം ഈ കാണുന്ന ഒരു എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ഒരു 70% ആൾക്കാരും ഈ ഭയങ്കര എന്താ പറയുക ഒരു ബിഗ് ആയിട്ടുള്ള ഒരു അപ്പൊ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണ്. അല്ല ഇപ്പൊ ഇവരെന്തായിട്ടിരിക്കുന്നത്, ഇവരെങ്ങനെ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്. പണ്ടുള്ളതൊക്കെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സീരിയൽസ് ആയിപ്പോ. ഇപ്പൊ ഞങ്ങളുടെ പത്രമായിട്ട് തന്നെ എല്ലാവരും ചോദിക്കും ഒരു ഹിന്ദി സ്റ്റൈൽ. കാരണം നമ്മളിടുന്ന കോസ്റ്റ്യൂംസ് ആയാലും ഞങ്ങളുടെ വീട് ഭയങ്കര വലിയൊരു വീട്ടിലാണ്. ഞങ്ങൾ അനന്തപുരി തറവാട് എന്ന് പറഞ്ഞൊരു വലിയൊരു ലാബറേറ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാർ ഒരു ബ്രഹ്മാണ്ഡ സിനിമ നമ്മൾ കാണില്ലേ, അപ്പൊ അതുപോലത്തെ ഒരു എഫക്റ്റ് ആണ്. പിന്നെ കൂടുതലും ഒരു ഏജ് കാറ്റഗറി ഉണ്ടല്ലോ സീരിയലിന്. പ്രായമുള്ള ആൾക്കാർക്ക് വേറെ എന്റർടൈൻമെന്റ്. ഇപ്പോഴും നമ്മുടെ നാട്ടില് കേരളത്തില് നൈറ്റ് ലൈഫ് ഒക്കെ അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് കുറച്ച് കുറവാണ് മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച്. അപ്പൊ ആൾക്കാർക്ക് ഒരു 7 മണി തൊട്ട് 10 മണി വരെ ചിലപ്പോൾ പുറത്തു പോകാൻ വലിയ താല്പര്യം, അങ്ങനത്തെ ഇതില്ലാത്ത ആൾക്കാർക്ക് സീരിയൽ വളരെ ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഈ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അത് അതിനെപ്പറ്റി പല തിയറീസും കേട്ടിട്ടുണ്ട് സീരിയലിനെ സംബന്ധിച്ചിടത്തോളം. ചില ആളുകൾക്ക് അത് ഒരു ബൈ കേർട്സി കൊടുക്കുന്ന രീതികളുണ്ടെന്നും ചില ആൾക്കാരെ സ്വന്തമായിട്ട് വാങ്ങുകയാണ്, അതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ സീരിയൽസിന്റെ കോസ്റ്റ്യൂംസിന്റെ പിന്നിലത്തെ സത്യം എന്താണ്? കോസ്റ്റ്യൂം നമ്മൾ തന്നെയാണ്. സീരിയലിന് ആർട്ടിസ്റ്റ് തന്നെയാണ് കോസ്റ്റ്യൂം, അവരുടെ സ്വന്തമാണ്. ഓർണമെന്റ്സും സ്വന്തമാണ്. ചിലത് നമ്മൾക്ക് ഇപ്പം ഓരോരോ കൊളാബറേഷൻ ആയിട്ട് ഓരോരോ ബൊട്ടിക്സ് ആയാലും ഓരോരോ തരും, അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അതിട്ട് അവർക്ക് ഒരു ആഡ് പോലെ നമ്മൾ അതൊരു വീഡിയോസും ഫോട്ടോസും കൊടുക്കുന്നു. ഒരു മെജോറിറ്റി ഡ്രസ്സും ഞങ്ങളുടെതൊക്കെ തന്നെയാണ് ഓൺ കോസ്റ്റ്യൂം. അതിന് ഞങ്ങൾ ഒരു വലിയൊരു ബഡ്ജറ്റ് മാറ്റി വെക്കേണ്ടത് ആവശ്യമുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഒരു ദിവസം തന്നെ ഒരു ഏകദേശം ഒരു 13-14 സീൻസ് പോകും. അപ്പോൾ ഒരു ദിവസം തന്നെ ഏകദേശം ഞങ്ങൾ ഒരു 5-6 കോസ്റ്റ്യൂം മാറിയാണ്. അപ്പോൾ ഒരു 15 ദിവസം ആകുമ്പോൾ എത്ര അപ്പൊ അതിനൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് എന്നല്ല, കുറച്ച് റീസണബിൾ പ്രൈസ് ആണെങ്കിലും കുറച്ച് നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് എല്ലാ മന്ത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ എല്ലാ ദിവസവും ഒരു പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി പോകുന്നത് പോലെയാണ് പലപ്പോഴും സീരിയലിലെ നായകന്മാരെ കാണാറ്. എപ്പോഴും ഫുള്ളി ഒരുങ്ങിയിട്ടാ ഉണ്ടാവുക. അത് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുങ്ങും, കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ അടുത്ത എഫേർട്ട് എത്ര ഉണ്ടാവും. അതായത് ഈ ഓർണമെന്റ്സ് റിപ്പീറ്റ് ആവാൻ പാടില്ല, ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യണം, ആ ട്രെൻഡുമായിട്ട് നിലനിൽക്കണം. ഇത് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരും ഇത് പറഞ്ഞു തരികയൊന്നും ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തരും, ഇല്ല കുറച്ച് ഇപ്പൊ റിച്ച് ആയിട്ടുള്ള സാരി ഉടുക്കണം അങ്ങനെയുള്ള ക്യാരക്ടർ ആണെങ്കിൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു സെൻസ് ആണ്. ഓർണമെന്റ്സ്, ഇപ്പൊ ഇന്ന സാരിക്ക് ഇന്ന കമ്മലിട്ടാ കൊള്ളാം, അതൊക്കെ ആരും പറഞ്ഞു തരാനൊന്നും അവിടെ ആരും ഇല്ല. ഇവൻ എനിക്ക് പറഞ്ഞുതരും, ഞാൻ പറയും. പക്ഷെ അവിടുന്ന് നമ്മുടെ ഡയറക്ഷൻ സൈഡിലാണെന്നെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണ് അങ്ങനെ ആരും ഒന്നും പറയാറില്ല. ഇപ്പൊ സിനിമയിലെ പോലും കോസ്റ്റ്യൂമർ ഉണ്ട്, അവര് അയണിങ് സെഷനും കാര്യങ്ങളൊക്കെയാ. പക്ഷെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊന്നും സജഷൻസ് ഒന്നും ആരും പറഞ്ഞു തരില്ല. നമ്മളുടെ സെൻസ് നമുക്കറിയാലോ. ഇപ്പൊ ജലജ, അതായത് ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് റോൾ ആകുമ്പം അപ്പം എന്ത് വേണമെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം. അതില് എന്ത് വേണമെങ്കിൽ ഇടാം, എത്ര ഓവർ ആയാലും ഇടാം, കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ ആ സമയത്ത് അതിൽ നായിക എന്നുള്ള ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന്, അപ്പൊ സാധാ ഒരു കോട്ടൺ സാരി, ഒരു നോർമൽ സാരി, അപ്പൊ അധികം ജ്വൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്നത് നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ്, വെറൈറ്റീസ് ഓഫ് ട്രെൻഡ്സ് യൂസ് ചെയ്യാം. പക്ഷെ എന്റെ ഏട്ടനായിട്ട് അഭിനയിക്കുന്ന ഒരു സാധാ അല്ല, ഒരു ഫാമിലിയിലെ നല്ല ഒരു ഫാമിലി മാനാണ്. അപ്പൊ ഒരു ഫോർമൽസ് അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് മിക്സ് മാച്ച് ചെയ്ത്. അതെ അതെ, നമ്മള് മേക്കപ്പ് മാത്രം അവിടെ നിന്ന് ചെയ്യും. ഇവരെല്ലാരും ഓൺ മേക്കപ്പ് ആണ്. മേക്കപ്പ് മാൻ ഉണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റും അങ്ങനെ ഒന്നുമില്ല. അതെല്ലാം നമ്മൾ സ്വന്തമായി ചെയ്യും. ഈ ഇപ്പൊ സീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വില്ലത്തിയാണല്ലോ ചെയ്യുന്നത്. ഈ വില്ലത്തി എന്ന് പറയുന്ന ഒരു അമ്മ
അമ്മയുടെ പ്രായവും മകന്റെ പ്രായവും റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരേ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണല്ലോ വലിയ നിങ്ങൾ. ഡിഫറൻസ് വരുന്നില്ല. വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ലല്ലോ. അപ്പോ പക്ഷെ മീൻസ് ഓൺ സ്ക്രീനിലേക്ക് വരുമ്പോ ഇത് അമ്മയും മകനുമാണ് താനും. ആസ് എൻ ആക്ടർ അപ്പൊ അമ്മയാണല്ലോ, അമ്മ വേഷമാണല്ലോ. ഇത് കൂടി പോയാൽ ചിലപ്പോ അമ്മൂമ്മ വരെയൊക്കെ നീളുള്ളൂ. അമ്മൂമ്മയായി, ഇവന് മോനായി. അല്ല അങ്ങനെയല്ല, സോക്കോൾഡ് അമ്മൂമ്മ, അതുവരെ അല്ലല്ലോ നീളുള്ളൂ. അപ്പൊ ഇത് ഇനി എന്റെ റോളുകൾ ഈ ഒരു റേഞ്ചിൽ മാത്രം നിൽക്കുമോ, എനിക്ക് നായികയാവാൻ പറ്റില്ല, അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് വലിയ ചിന്തയൊന്നും ഉണ്ടാകാറില്ല. എനിക്ക് അല്ലെങ്കിൽ നായികയാകാൻ വലിയ താല്പര്യമില്ല. അല്ല, നമുക്കറിയാലോ ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനെ, അല്ലെങ്കിൽ അതുപോലത്തെ കഥകൾ, ഇപ്പൊ കുടുംബ വിളക്കല്ലേ, അങ്ങനത്തെ ക്യാരക്ടർ വരണം. അല്ലാണ്ട് ഒരിക്കലും നായികയായി വിളിക്കാൻ സാധ്യത വളരെ കുറവാ. എനിക്ക് അമ്മായിമ്മ തന്നെ വിളിക്കുമ്പോ ദേഷ്യം വരാറുണ്ട്. പിന്നെ ഇപ്പം വിളിച്ചു 2-3-4 സീരിയൽ എല്ലാം അമ്മായിമ്മ, അമ്മ, അല്ലെ ഒരു കുറച്ച് മൂത്ത ഒരു ഏട്ടത്തി, ഒരു ചേച്ചി, അങ്ങനത്തേത് വിളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ക്യാരക്ടർ എല്ലാം അമ്മ തന്നെ ആകാതെ. ഈ സീരിയൽസ് കാണുന്നതിന്റെ എഫക്ട് ആളുകളിൽ ഉണ്ടാവുന്നു, ആളുകളുടെ സ്വഭാവം മാറിപ്പോവും സീരിയൽസ് കണ്ട, അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊരു സമയത്ത് അങ്ങനെ ആയിരുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് സീരിയലിൽ കണ്ടിട്ടാണ് ഓരോ അമ്മായിമാര് എല്ലാരോടും അല്ല കേട്ടോ, ഞാനൊരു കോമൺലി പറഞ്ഞ, അവര് പറയും നിങ്ങൾ ഈ സീരിയൽ കാണുന്നോണ്ടാ സീരിയലിലെ അമ്മായിമ്മ പോരെ എന്റെ അടുത്ത് എടുക്കല്ലേ. അതൊക്കെ ഒരു കാലം ഈ അമ്മമാര് ഭയങ്കര ഡീപ്പായി പോകുന്നത്, മനസ്സിലായില്ലേ? ആ ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും ഒരാളായിട്ട് അതാണ് അവരുടെ സ്വഭാവം, ഇതാണ് എന്ന് അവരൊരു ഫിക്സ് ചെയ്യും അമ്മമാര്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇതുപോലെ അവരോട് ബിഹേവ് ചെയ്യാൻ കണ്ടു മായുമല്ലോ, പിറ്റേ ദിവസം കാണുമല്ലേ. അപ്പൊ അത് അവരിങ്ങനെ ഒരു ഇപ്പൊ ഞങ്ങളുടെ 365 ഞങ്ങളുടെ എപ്പിസോഡ്സ് ആണ്. അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എപ്പിസോഡ് ഇല്ലാണ്ടുള്ളൂ. അപ്പൊ അവര് ഡെയിലി കാണല്ലേ. ഈ ജയൻ ചേർത്തല പോലുള്ള ആക്ടേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവര് സീരിയലിൽ ചെയ്തിട്ടുള്ള റോള് വെച്ചിട്ട്, അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള വേഷമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്, അത് വെച്ചിട്ട് റിയൽ ലൈഫ് അദ്ദേഹം അങ്ങനെയാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളുണ്ട്. കാരണം പക്ഷെ മലയാളി സാധാരണ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അതായത് നമുക്ക് ഇപ്പൊ തമിഴിലൊക്കെ ഈ വില്ലന്മാരെ, രജനീകാന്തിനെ അടിച്ച വില്ലന്മാരെ അടിക്കാൻ വേണ്ടി ആളുകൾ ഓടിക്കുന്നത് പോലെ ഓടിക്കാറില്ല. പക്ഷെ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കും. അപ്പൊ ഇൻ ലൈഫ് നിങ്ങളൊരു മോശം സ്വഭാവമുള്ള ഒരാളാണ് ഈ സീരിയൽസ് ചെയ്യുമ്പോഴെങ്കിൽ അത് തന്നെയാണ് നിങ്ങൾ റിയൽ ലൈഫിൽ ആളുകൾ വിശ്വസിക്കും. അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? അങ്ങനത്തെ എന്നെ കാണുന്ന ആൾക്കാർ പറയും, എന്നെ നേരിൽ കാണുമ്പം ഒരു കുഴപ്പമില്ല, ഒരു പാവമാണ്, പക്ഷെ അതിനകത്ത് കാണുമ്പോൾ എനിക്ക് അടിക്കാൻ തോന്നും. അങ്ങനെ അപ്പൊ അവര് മനസ്സിൽ അതിൽ ഒരു എന്നെ സംബന്ധിച്ച ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ അവരത് അക്സെപ്റ്റ് ചെയ്തു. അത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ജലജ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു സക്സസ് ആണത്. ഹൗ ദേ അക്സെപ്റ്റിംഗ് എന്നുള്ളതില്ലേ. അപ്പം അത് നമ്മൾ അവര് അത്രമാത്രം അവര് അതിനകത്ത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പൊ ഇത്രയും ഇതിൽ നിൽക്കുന്നോണ്ട്, നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നോണ്ട് നമ്മുടെ നോർമൽ റിയൽ ലൈഫ് അവർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ അവരിങ്ങനെ കുഴപ്പമില്ല, കളിയും ചിരിയൊക്കെ ഉണ്ട്, ഒരു തമാശ പറയുന്നവരാണെന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് എന്നെ കാണുമ്പോ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ പാവമാണല്ലേ.